നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവക്കെതിരെ കഴിഞ്ഞ മാച്ച് പരാജയപ്പെടുന്നുണ്ട്. ഈ ഒരു മാച്ചിന് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ലെജൻഡായിട്ടുള്ള IM വിജയേട്ടൻ്റെ ലേഖനം മലയാള മനോരമ ദിനപത്രത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അത് നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെന്നൈയിൻ FCക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ചത് തിരിച്ചുവരവിൻ്റെ തുടക്കമാകുമെന്ന് പ്രതീക്ഷിച്ചവരെയെല്ലാം വീണ്ടും നിരാശരാക്കി കളഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ്. FC ഗോവക്കെതിരെ ജയിക്കേണ്ട മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റത്. ISL പോയിന്റ് പട്ടികയിൽ ഭേദപ്പെട്ട നിലയിലുള്ള എതിരാളികൾക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് പൊരുതി നോക്കിയെന്നത് വാസ്തവം തന്നെ. പക്ഷേ പതിവ് പോലെ ഒരു ഗോൾ വഴങ്ങിയതിനു ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് കളി തിരിച്ചുപിടിക്കാൻ കഠിനമായി അധ്വാനിച്ചത്. ഗോവക്ക് ബ്ലാസ്റ്റേഴ്സ് ദാനം നൽകിയ ഒന്നായിരുന്നു ആ ഗോളെന്ന് പറയണം. കരുത്തേറിയതെന്നും ക്ലോസ് റേഞ്ചിൽ നിന്നുള്ളതെന്നും പറയാനാകാത്തൊരു ദുർബല ഷോട്ടാണ് ഗോവക്ക് 3 പോയിന്റ് സമ്മാനിച്ചു ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് കയറിയത്. ISL പോലൊരു ഫസ്റ്റ് ഡിവിഷൻ ലീഗിൽ ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്തൊരു ഗോൾ കീപ്പിംഗ് പിഴവായിരുന്നു ആ ഗോളിന് വഴിയൊരുക്കിയത്. വാരാന്ത്യത്തിൽ വൻ മാർജിനിൽ വിജയം കുറിച്ച ടീമിന്റെ 11-ൽ പൊളിച്ചെടുത്തു നടത്തിയ കോച്ചിന്റെ പരീക്ഷണവും അനാവശ്യമായ ഒന്നായിരുന്നു. വലതുവിങ്ങിൽ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ യുവതാരം കോറോ സിംഗ് ആദ്യ ടീമിൽ സ്ഥാനം അർഹിക്കുന്ന താരമാണ്. പകരക്കാരനായി എത്തി ഗോവക്കെതിരെയും മൈതാനത്തു ചലനം സൃഷ്ടിച്ചാണ് ആ പയ്യൻ മടങ്ങിയത്. കോറോ തൊടുത്തൊരു മിന്നൽ ഷോട്ട് നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ഗോളാകാതെ പോയത്. നന്നായി കളിച്ചിട്ടും ടീമിൽ ഇടം ലഭിക്കാത്തത് യുവതാരത്തിന്റെ ആത്മവിശ്വാസത്തെ കൂടി ബാധിക്കുന്ന ഒന്നാകുമെന്ന് ടീം മാനേജ്മെന്റ് തിരിച്ചറിയണം. കഴിഞ്ഞ മത്സരത്തിൽ ക്ലീൻ ഷീറ്റ് ക്ഷാമം പരിഹരിച്ച ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ആദ്യമായി ഒരു ഗോളും കണ്ടെത്താതെ മടങ്ങുന്നതിനും ഗോവക്കെതിരെയായ പോരാട്ടം സാക്ഷിയായി. ഗോവയുടെ പ്രതിരോധത്തിന് മാർക്ക് നൽകാമെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ പിടിപ്പുകേടും ഗോൾ അകന്നതിന് ഒരു കാരണമാണ്. ഗോളെന്നുറപ്പിച്ച നല്ല ചില അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ നഷ്ടമാക്കി. ബ്ലാസ്റ്റേഴ്സ് നിരയിലെ ഷാർപ്പ് ഷൂട്ടറായി കണക്കാക്കപ്പെടുന്നയാളാണോ ഹിസൂസ് ഹിമിനസ്. 1 മണിക്കൂറോളം കളത്തിലുണ്ടായിട്ടും അദ്ദേഹത്തിനു നേർക്ക് പന്ത് ചെന്നത് വളരെ കുറച്ചു മാത്രം. മുന്നിൽ ഹെസൂസിനെ പോലെ ഗോൾ വേട്ടക്കാരുണ്ടായിട്ടും അദ്ദേഹത്തെ തേടി പന്തുകൾ ചെല്ലാത്ത ടാക്ടിക്സ് അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെ. ആ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സ് നയം മാറ്റം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി.